തങ്കപ്പ മുതലാളി 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 ഒന്നും പറയാതെ വന്നിട്ടത് ഞാൻ ആ പാടെ സർപ്രൈസ്ഡായി പോയി. നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്ത് മുതലാളി? വാട്ട് ഈസ് ദിസ് ദിയ? ദിസ് ഈസ് അർണുട മുതലാളി. കേറി വാങ്ങോട്ട്. എന്റെ ദൈവമേ, മുതലാളി കലിപ്പിലാണല്ലോ. മുതലാളി ഇവരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഓ മുതലാളി, മുതലാളി ഇരിക്കും. നീ ഇരിക്കാനൊന്നും നോക്കണ്ട. ഏയ് എന്തോന്ന് പോലെ. അത് പിന്നെ മുതലാളി കൃഷിപ്പണിയൊക്കെ അല്ലേ, അതുപോലെ സമയത്തിനൊന്നും ഞാൻ ആഹാരമൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഈ ക്ഷീണം. നീ ആരെ കാര്യം പറയണത്? എൻ്റെ കാര്യം. നിന്റെ കാര്യം ഇവിടെ ആരെങ്കിലും ചോദിച്ചാ? ഏയ് ഓ ഇതെന്തോന്നത്? കളിത്തൊരുത്താടാ, മൊത്തം വൃത്തികേടായി കിടക്കണല്ലേ. അത് പിന്നെ മുതലാളി ഇന്ന് ഒരു ഇല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണ് മുതലാളി. ഇന്നെന്തൊരു പ്രത്യേകത? അതൊരു ഭയങ്കര കാറ്റൊക്കെ അടിച്ചോണ്ടേ അവിടുത്തെ സാധനങ്ങളൊക്കെ താഴെ വീണത് അങ്കിള്. എടാ, ഞാൻ അമേരിക്ക ചേർന്ന് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കിയിരുന്നത് നിനക്കൊക്കെ വൃത്തിയായിട്ട് ഇല്ലാതാക്കാനാ? ഇല്ല മുതലാളി, ഒരു പ്രത്യേക സാഹചര്യം ഞാൻ നിന്നെയൊക്കെ കാരണം കൊണ്ട് എനിക്ക് അമേരിക്കയിൽ ജീവിക്കാൻ പോലും ഒരു നിവർത്തിയില്ല. അതെന്ത് പറ്റി മുതലാളി? ഫോൺ വിളക്കം തന്നെ. ആരും കള്ളൊക്കെ വിളിച്ച് പറയണത്? കള്ളം വിളിച്ചു പറഞ്ഞ ഇവിടെ എന്തോ അടിയാ ബഹളമെന്നൊക്കെ ഭയങ്കരമാണ് കംപ്ലൈന്റ് പറയുകയാണ്. അങ്കിളെ, ആരാ അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞത്? ആരാ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അപ്പുറത്തെ ജോലിക്ക് വരുന്ന ബംഗാളി വരെ ഓരോന്ന് വിളിച്ചു പറയുകയാണ് അടുത്ത്. മുതലാളി, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കില്ല, പഞ്ചായത്ത് മെമ്പർ ആയിരിക്കും, ആ സുരേഷ്. ഞാൻ ഈ വീട്ടിന്റെ ഓണറാണ്. ഇത് എന്തിനാ കേക്കണത്? ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടെ മുതലാളി. എനിക്കൊന്നും കേക്കണ്ട, ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. അടുത്ത മാറണം. ഞാൻ എവിടെയെങ്കിലും പോയി ചാവാൻ പോകും. എന്തിവിടെ ഒരു ആൾക്കൂട്ടം? എന്ത് എന്തെന്നാ? കേരള പോലീസിനെ കണ്ട് മനസ്സിലായില്ലേ? ഏത് സ്വർണ്ണക്കട? ഞങ്ങൾ ഇവിടുത്തെ ഹൗസ് ഓണറാ. ആ, നിങ്ങളായിരുന്നു ഹൗസ് ഓണർ. നിങ്ങളെ ഞാൻ കാണാതിരിക്കുകയായിരുന്നു. ഇവനും ഈ വീടും ഈ സമൂഹത്തിന് ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ഇവന് വീട് കൊടുത്തത്? എന്ത് പറ്റി സാറേ? എന്ത് പറ്റിയെന്നാ? ഇവന്റെ കല്യാണം മുടക്കി എന്നെ മുറപ്പെണ്ണിനെ അടിച്ചോണ്ട് പോയി ഇവൻ. അത് മാത്രമല്ല, ഓരോ പേട്ട പൈലുകൾ ഇവിടെ കയറി ഇറങ്ങണ് ദിവസവും, അറിയാമോ? എന്നിട്ട് അവന്മാരെ ഒതുക്കാൻ ശ്രമിക്കാതെ ഇവ എന്നെ ഒതുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം. ഇതെന്നല്ല, മനസ്സിലായില്ലേ? ഇവനും ഈ വീടും ഒരു പൊതുശല്യമായി മാറി ഇവിടെ ജനങ്ങൾക്ക്, അറിയാമോ? എത്രയും വേഗം നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റും. എത്രയും പൊട്ടെന്ന് വീട് പൂട്ടി താക്കോൽ എന്നെ കൊണ്ട് ഏൽപ്പിക്കണം. പറഞ്ഞാലല്ലേ അങ്കിളെ, അയ്യോ പോയി. നമ്മളിനി എന്ത് ചെയ്യും അമ്മാവാ? എല്ലാവർക്കും സമാധാനായ, തൃപ്തിയായ, സന്തോഷമായല്ലോ.